ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സൺഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 19th സൺഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. താങ്ക് യു. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻ്റ്, ഒരു നേട്ടം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇമോഷണലി ആയിരിക്കാം, ഓക്കെ, വൈകാരികമായിട്ടുള്ള ആ ഒരു എനർജിയിലായിരിക്കാം. എന്തെങ്കിലും മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഹീലിംഗ് എനർജി, തൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു കമ്പാഷൻ്റെ എനർജി മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ആ മേഖലകളിൽ കുറച്ചൊരു പോസിറ്റീവ് എനർജി ആഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കാലുകൾക്ക് എന്തെങ്കിലും, ഫീറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് സ്കിൻ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചൊരു ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലും പോസിറ്റീവ് റുട്ടീൻ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പേഴ്സണലി ഇന്നത്തെ ദിവസം ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ചിലപ്പോൾ ബോഡി ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളായിരിക്കാം, എന്ത് സിറ്റുവേഷൻ ആയാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഓക്കെ, പോസിറ്റീവ് സൈഡിലോട്ട് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട്, ആത്മീയമായിട്ടുള്ള ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, അവിടെ എന്തെങ്കിലും പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് ബാലൻസ് ചെയ്യാനായിട്ടായിരിക്കാം. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ എൻ്റെ എനർജി കൊടുക്കേണ്ടത്, എന്ത് കാര്യങ്ങൾ എനിക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും, ഏതെല്ലാം കാര്യങ്ങൾ എൻ്റെ കൺട്രോളിനും അപ്പുറമാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അതിലൊരു വ്യക്തത, ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അഗെയിൻ പീസ് നിലനിർത്താനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ട് മുന്നേറാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, അഗെയിൻ ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേര് പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള അച്ചീവ്മെൻ്റ് ആയിരിക്കാം, പോസിറ്റീവ് റിസൾട്ട്സ് ആയിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം, ഫിനാൻഷ്യലി കുറച്ചൊരു അബണ്ടൻറ്റ്, ആ ഒരു ഈക്വൽ എനർജി എക്സ്ചേഞ്ചിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ടവർ വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഇവിടെ സ്ട്രെങ്ത് ആൻഡ് 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ടവർ മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ട്രെങ്ത്ത് വന്നിട്ട് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഫിസിക്കൽ സ്ട്രെങ്ത്ത്, ഓക്കെ, അതിൻ്റെ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത്ത്, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് ഇമോഷണൽ സ്ട്രെങ്ത്ത് ആയിരിക്കാം. അപ്പോൾ ഏത് ഏരിയയിൽ ഞാൻ എൻ്റെ സ്ട്രെങ്ത്ത്, എൻ്റെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഹീലിംഗ്, അല്ലെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കുറച്ചൊരു അവെയർനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരുടെ ബേർഡൻ, മറ്റുള്ളവരുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാക്കി മാറ്റി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക, നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കുക.
അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ. കുറച്ച് പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ട് ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ, എന്തെങ്കിലും ഹാപ്പി മൂമെൻറ്റ്സിൻ്റെ ഇടയിലായിരിക്കാം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പാർട്ടി, എന്തെങ്കിലും സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവ് വരിക, വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരിക. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേരോട് നിങ്ങൾ എന്താണ് സ്വീകരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലോട്ട് എന്താണ് എടുക്കുന്നത്, അതും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ആകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സൺഡേയുടെ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണ്. ജാനുവരി 19 സൺഡേ ഗൈഡൻസ് എന്താണ്. താങ്ക് യു. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ടാരോട്ട് റീഡർ ആയിരിക്കാം, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ആത്മീയമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നിട്ട് ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി ഹീലിംഗ് എനർജി, ഒത്തിരി ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളറിയാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എനർജി, അത് മനസ്സിലാക്കാനായിട്ട്, അത് ഹീൽ ചെയ്യാനായിട്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ മറിഞ്ഞിരുന്ന എന്തെങ്കിലും സത്യങ്ങൾ, നിങ്ങൾക്കറിയാതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് ഒരു വെളിച്ചം, ഒരു പ്രകാശം കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സപ്പോർട്ടാണ്, സ്പിരിച്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. കുറച്ച് പേർക്ക് ഇത് കുറച്ചൊരു റിലീജിയനായിട്ട് കണക്ട് ചെയ്തിട്ടുമാകാം, അവിടെ കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, എഗെയിൻ ഇതൊരു സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ, എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. എങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാം, എങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, അതിലെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടാകാം, ആർട്ടിക്കിൾ വായിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്, ഒരു പാഷൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ എനർജി വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഒരു വിശ്രമത്തിൻ്റെ രൂപത്തിലും ആയിരിക്കാം. ഓക്കെ. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട്സ് കാണുന്നുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് റിസൾട്ട്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാര്യവിജയം. കുറച്ച് പേർക്ക് നിങ്ങളെടുക്കുന്ന ഡിസിഷൻസിലായിരിക്കാം, എന്തെങ്കിലും ഡിസിഷൻസ് നിങ്ങളെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുതരുന്നതാണ്. പ്രത്യേകിച്ചും ഇമോഷണലായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും വിഷമങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് റിസൾട്ട്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ആയിരിക്കാം, കഴിവുകളായിരിക്കാം, പൊട്ടൻഷ്യലായിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, എവിടെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്, അത് കുറച്ചൊന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
അക്നോളജ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സൊല്യൂഷനിലോട്ട് നീങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു ആൻസറിൻ്റെ രൂപത്തിൽ പറയുന്നത് നോളേജ് നേടുക, അറിവ് നേടുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, നോളേജ് നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാം കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മെൻറ്ററിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങളൊരു ഗുരുവാണ്, ഒരു ടീച്ചറാണ്, ഒരു സ്പിരിച്വൽ ലീഡറാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ആകണം എന്നില്ല. അപ്പോൾ അവരെന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കുക. നിങ്ങളോട് ചോദിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുക. ഒന്നും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കർമ്മ നന്നായിട്ട് ചെയ്യുക. റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കർമ്മം ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും നന്മ വരുന്നതായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേയുടെ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.